അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഞാൻ എന്തേ കുഴച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ലേ, എനിക്ക് ഓട്സിൻ്റെ പുട്ടാണെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളത് കുഴച്ച് വെച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അമ്മ പുട്ടാക്കിക്കോളും. അച്ഛമ്മയും മോളും കൂടെ രാവിലെ ഒരു വാക്ക് തർക്കത്തിലാണ്. എന്താ പറയുക, രാത്രിയാകുമ്പോൾ ഇവൾ പറയും ഞാൻ അച്ഛമ്മേൻ്റെ കൂടെ കിടക്കാറിന് പോവും, കുറേ കഴിയുമ്പോൾ ഞാൻ അമ്മേൻ്റെ കൂടെ എന്നാണ് രാത്രി തിരിച്ചു വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ കഥ പറയാണ്. ഹെയ്സു രാവിലെ തന്നെ അതാ ഇളയമേൻ്റെ മേലേക്ക് ചാടിയിട്ടുണ്ട്. രാവിലെ അരിഭക്ഷണമാണ് ഇവിടെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഓട്സിൻ്റെ പുട്ടുപൊടി വാങ്ങിച്ചപ്പം ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ, എനിക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ടോട് കൂടി വാങ്ങിച്ചതാണ്. പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇനി ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത് വരട്ടെ. ആദ്യം FBSന് കൊടുത്ത് ബ്ലഡ് കൊടുത്തിട്ട് വന്ന് പിന്നെ ഇൻസുലിൻ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നെക്സ്റ്റ് പോകണം കേട്ടോ. അപ്പോൾ രാവിലത്തേന് ഞാൻ അച്ഛനെ വിളിക്കാൻ നിന്നില്ല, കാരണം അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുക. അപ്പോൾ കിടക്കണ കണ്ടപ്പോഴേക്ക് വിളിക്കാൻ നിന്നില്ല. പാവം ഉണ്ടാവില്ലേ, തീരെ ഉറക്കല്ല. ഇപ്പോൾ ഫുള്ള് ഞങ്ങളുടെ ഓരോ ആവശ്യത്തിനും ഓട്ടാ. ഒരു ദിവസം ഞാൻ എൻ്റെ കാര്യത്തിലാണെങ്കിൽ അടുത്ത ദിവസം കല്യാണിൻ്റെ കാര്യത്തിന്, അടുത്ത ദിവസം അമ്മേൻ്റെ കാര്യത്തിന്, ഇങ്ങനെ ഓട്ടം തന്നെ. അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് എവിടെയും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ചിട്ട് ഒറ്റയ്ക്ക് പോയിട്ടോ. ലാബ് അടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് വീട് മുറ്റം വരെ വണ്ടി എത്തുമല്ലോ, അതുകൊണ്ട് വലിയ ടാസ്ക് ഒന്നും ഉണ്ടാവില്ല വെച്ച് പോയതാണ്. എനിക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ബ്ലഡ് കൊടുത്ത് ഞാൻ തിരിച്ചു പോരുകയാണ്. ദൈവമേ ഷുഗർ കുറയണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകാമെന്നറിയില്ല, ആ അവസ്ഥയാണ് കേട്ടോ. കാരണം ഇതിൽ കൂടുതൽ ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ കഴിക്കാറില്ല, മാക്സിമം കൺട്രോളിലാണ് പോണത്. ഇതിലും കുറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല മല്ലയ്യ. അപ്പോൾ അതാ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും 2 വാലാത്തികൾ ഇവിടെ കളിയിലാണ്. എൻ്റെ പുട്ട് അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇൻസുലിൻ വെക്കട്ടെ വിചാരിച്ചു. ഇൻസുലിൻ വെച്ചൊരു ഹാഫ് ആൻ അവറിനുള്ളിലാണ് ഞാൻ ഫുഡ് കഴിക്കാറ്. അപ്പോൾ നമുക്കിന്ന് ഓട്സിൻ്റെ പുട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, തുമ്പമ്മേനൊക്കെ എന്തെങ്കിലും കഴിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് മെഡിസിനും കഴിച്ചപ്പോഴത്തേക്കും പിന്നെ എൻ്റെ ബോധം ഏത് വഴിക്ക് പോയി എന്ന് എനിക്കറിയില്ല. അത്ര എനിക്ക് ക്ഷീണമായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കിടന്നു പോയിട്ട് എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അമ്മയും അച്ഛനും കൂടെ വിറകൊക്കെ അത് അട്ടത്ത് കയറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛാ ഒന്ന് വരും, എനിക്ക് എന്തായാലും ഓട്ടോ വിളിച്ച് പോകുന്നൊരു അവസ്ഥയിലല്ല പിന്നെ ഉണ്ടായിരുന്നു. അത്ര എനിക്ക് ക്ഷീണമായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അച്ഛൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്തത്, അതായത് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, PPBS എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. സത്യം പറയുകയാണെങ്കിലുണ്ടല്ലോ, ഈ ഒരു സമയമൊക്കെ ഞാൻ എങ്ങനെയാണ് എണീറ്റ് നിന്നതെന്ന് എനിക്കറിയില്ല, അത്രയും എനിക്ക് വയ്യായിരുന്നേ. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഞാൻ പോയി ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ, ദതുക്കൂട്ടായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ ബ്ലഡ് കൊടുക്കുന്ന സമയത്ത് തൈറോയ്ഡ് ചെക്ക് ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞത് പറയാൻ മറന്നു. അതുകൊണ്ട് പ്രാവശ്യക്ക് 2 കുത്ത് കിട്ടി ഗൈസ്. ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ ഒരു പ്രാവശ്യം ബ്ലഡ് കൊടുത്ത്, അത് കഴിഞ്ഞ ശേഷം തൈറോയ്ഡ് ഓർമ്മ വന്നപ്പോൾ അടുത്തതും കുത്തി. അത് കഴിഞ്ഞ് പിന്നെ ചിക്കനൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ്. ഞാൻ കല്യാണത്തിനോ വേണ്ടിയാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയാലും ഇനി പുറത്തേക്ക് ഇറങ്ങിയാലും തിരിച്ചു വരുമ്പോൾ മിഠായി കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് തുമ്മമ്മേനെ നിപ്പിട്ടോ. അച്ഛമ്മയും 2 അനിയത്തിമാരും കാത്തു നിൽക്കുന്നത് അല്ലൂട്ടനായിട്ടോ. അവൻ വരാനുള്ള ഏകദേശം സമയമായി തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഈഗേർലി വെയിറ്റ് ചെയ്ത് നമ്മൾ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വരുന്ന പോലെയാണ് ഷുഗറിൻ്റെ റിസൾട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അവർ വാട്സപ്പിൽ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ അറിയാം മക്കളെ എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. 2 കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്ത കഥ ഞാൻ അമ്മേനോട് വിവരിക്കുമ്പോഴാണ് അല്ലൂട്ടൻ്റെ വരവ്. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാൻ കഴിച്ച് ഞാൻ റിസൾട്ടുമായിട്ട് വരാം.